പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നാടകീയ സംഭവങ്ങൾ. UDF മെമ്പർമാർ വോട്ടെടുപ്പിനെത്തിയില്ല. പഞ്ചായത്തിലെത്തിയത് UDFിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷ എൻ നായർ മാത്രം. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഏതായാലും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് സംസ്ഥാനത്തെമ്പാടും. കോൺഗ്രസിന്റെ ഈ ഭാരവാഹി, അതായത് പ്രസിഡന്റ് സ്ഥാനവും അതോടൊപ്പം മേയർ സ്ഥാനവും സംബന്ധിച്ച തർക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. നിലവിൽ എന്താണ് ഈ പെരിയ പഞ്ചായത്തിൽ, പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ അവസാന നിമിഷത്തിലും പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. സിജു, ഏറ്റവും പുതിയ വിവരം പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്നുള്ളതാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നാടകീയ സംഭവങ്ങളാണ് ഇപ്പോൾ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് 9 സീറ്റും UDFന് 9 സീറ്റും BJPക്ക് 1 സീറ്റുമാണുള്ളത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടന്നതിന് ശേഷം നറുക്കെടുപ്പാണ് നടക്കേണ്ടത്. എന്നാൽ കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണുള്ളത്. കോൺഗ്രസിലെ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉഷ എൻ നായർ മാത്രമാണ് അല്പസമയം മുമ്പ് ഇവിടെ വന്നത്. അവർ മാത്രം വന്ന് മടങ്ങിപ്പോയി. ഉഷ എൻ നായരെ പ്രസിഡന്റ് ആക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി എടുത്ത തീരുമാനം. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റായ കാർത്യായണിയെ ഇത്തവണ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഭരണം കിട്ടിയാൽ പ്രസിഡന്റ് ആക്കുമെന്നായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തെല്ലാം തന്നെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ആ പ്രഖ്യാപനം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് മറ്റ് 8 അംഗങ്ങൾ ഇവിടെ എത്തിയില്ല. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉഷ എൻ നായർ മാത്രമാണ് ഇപ്പോൾ എത്തിയത്. അവർ അല്പസമയം മുമ്പ് മടങ്ങിപ്പോവുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോറം തികയാത്തതിനെ തുടർന്നാണ് ഇന്നിവിടെ ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു എന്നുള്ളതാണ്. വളരെ രസകരമായ കാര്യമാണ്. ഇതിൽ 9 LDFന് അംഗങ്ങളുണ്ട്, 1 അംഗം NDAക്കാണുള്ളത്. 6ാം വാർഡിൽ നിന്ന് മത്സരിച്ച സന്തോഷ് അല്പസമയം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിനകത്തെ തർക്കം 11ാം വാർഡിൽ നിന്ന് മത്സരിച്ച സന്തോഷ് ഇവിടെ എത്തി. എന്നാൽ കോൺഗ്രസിനകത്തെ തർക്കത്തിന് പരിഹാരമെന്നോണം ഇപ്പോൾ സന്തോഷ് ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. സന്തോഷ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹോളിനകത്തേക്ക് കയറിയാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. സ്വാഭാവികമായും 10 പേർ എത്തുമ്പോൾ കോറം തികയും. കോറം തികഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കും. LDF ഭരണത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് തടയുന്നതിന് വേണ്ടി കോൺഗ്രസിന് സഹായമെന്ന നിലയിൽ ഏക BJP അംഗം ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരം നാടകീയ സംഭവങ്ങളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ CPM ഏരിയ സെക്രട്ടറി രാജ്മോഹൻ കൂടെ ചേരുന്നുണ്ട്. വളരെ നാടകീയമായ സംഭവങ്ങളാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായും നടന്നു പോകേണ്ട ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമം നറുക്കെടുപ്പ് നടക്കേണ്ടതാണ്. അതിൽ നിന്ന് മാറി BJP കൂടി കോൺഗ്രസിന് സഹായം ചെയ്യുന്നു കോൺഗ്രസിന്റെ തർക്കം പരിഹരിക്കാൻ. ഇത് വലിയ ജനാധിപത്യ ധ്വംസനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ആകെ 19 സീറ്റുകളാണുള്ളത്. അതിൽ 9 സീറ്റ് LDFും 9 സീറ്റ് UDFും 1 സീറ്റ് BJPയുമാണ്. കോൺഗ്രസിനകത്തുള്ള തർക്കം പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ ഇന്ന് പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള BJPയുടെ അംഗം സന്തോഷ് ഈ യോഗത്തിൽ ഹാജരാകാതെ UDFനെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ എല്ലാ കാലത്തും UDFും BJPയും സ്വീകരിക്കുന്ന ഈ കോലീബി സഖ്യത്തിൻ്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് ഇവിടെ ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. BJP നേതൃത്വമാണ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ട് BJPയുടെ 11ാം വാർഡിലെ അംഗം സന്തോഷ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാതെ മാറി നിന്നു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് BJPയാണ്. UDFനെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസുമായിട്ടുള്ള അവിശുദ്ധ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാതെ കോൺഗ്രസിനകത്തെ പടലപ്പിണക്കം, അധികാരത്തർക്കം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട പുതിയ ഭരണസമിതി ഇവിടെ ഇല്ലാതായിട്ടുള്ളത്. ഇതിന് ജനങ്ങളോട് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായിട്ടുള്ള മുന്നേറ്റമാണ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 7 സീറ്റായിരുന്നു. മനസ്സിലാകുന്നുണ്ട്. നിലവിൽ BJP കൂടി UDFന് അനുകൂലമായ നിലപാടെടുത്തിരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ വേണ്ടി BJP അംഗം കൂടി വിട്ടുനിന്നിരിക്കുകയാണ്. അവിടെ നിന്ന് കാസർഗോഡ് നിന്നുള്ള കോൺഗ്രസിന്റെ തർക്കം, കോൺഗ്രസിലെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.